ഹലോ ഗൈസ്, ബീട്രൂട്ടിൻ്റെ തൊലി എങ്ങനെയാണ് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ള വീഡിയോ ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ തൊലി നന്നായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ബീട്രൂട്ട് നമ്മൾ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി നമ്മൾ വേസ്റ്റിലിടാറാണ് പതിവ്. പക്ഷേ ഇനി അത് വേസ്റ്റിലിടേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സാധനമാണ്, നല്ല ഗുണമുള്ള സാധനമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ പറയാം. ഇതിപ്പോൾ ഒരു കിലോളം ബീട്രൂട്ടിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ മറ്റേ മുള വന്ന ഭാഗം നമുക്കത് മണ്ണിൽ കുഴിച്ചിട്ടാൽ ബീട്രൂട്ട് പിടിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് ബീട്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം സക്സസ് ആയി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അത് എനിക്ക് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബീട്രൂട്ട് റെഡിയായി കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇതേപോലെ മുള വന്ന ഭാഗം നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ട് കൃഷി ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിത് ദാഹശമനിയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ദാഹശമനിയുടെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. ബീട്രൂട്ടിൻ്റെ തൊലി വെച്ച് ദാഹശമനി ഉണ്ടാക്കുന്ന വീഡിയോ. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്ഥിരം വെള്ളം തിളപ്പിക്കണതിലേക്ക് ഇത് അരിഞ്ഞിട്ട് അരിഞ്ഞ് ചേർത്ത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയിട്ട് തിളപ്പിച്ച് വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കുപ്പിയിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കളറിന് വേണ്ടി നാരങ്ങളൊക്കെ കലക്കാൻ ആ വെള്ളത്തിൽ കലക്കുകയാണ് നല്ല കളറോടുകൂടിയുള്ള നാരങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലൊരു തോർത്തെടുത്ത് അതിൽ കോട്ടൺ തുണിയോ തോർത്തോ എടുത്ത് അതിലേക്കിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുക്കാം. വെള്ളം ഒട്ടും പാടില്ല, അത് നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഇത് നമുക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം വലിച്ചെടുക്കാം കേട്ടോ. ഫാൻ ഇട്ടിട്ട് കുറച്ച് നേരം ഫാനിൻ്റെ അടിയിൽ വെക്കുക. വെയിലത്ത് വെച്ചൊന്നും ഉണക്കണ്ട. ഇതേപോലെ ഫാനിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്കതൊരു ടിന്നിലാക്കി വെച്ച് അതിൻ്റെ മുകളിലൊരു പേപ്പർ ഇട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ ഇരിക്കും. നല്ല ഫ്രഷായി തന്നെ ഇരിക്കും. ഇത് നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ്. ഇത് വെച്ചിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയോ ചായപ്പൊടിയോ ചേർക്കാതെ ഒരു ലെമൺ ടീ ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ബീട്രൂട്ടിൻ്റെ തൊലി അരിഞ്ഞിടുക. കുറച്ച് തൊലി മതിയാവും കേട്ടോ, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തൊലി അരിഞ്ഞിടുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കാം. ഒരു 3 ഏലക്കയോളം. ചെറുനാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഇടയിൽ കയറി വന്നതാണ്, എഡിറ്റ് ചെയ്തതുകൊണ്ട്
അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിവൃത്തിയിലായിപ്പോയി. അതിലേക്ക് ഞാൻ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരും തേനും കൂടെ നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അത് ചേർത്താൽ മതി. ഇത് എഡിറ്റ് ചെയ്ത് വന്നതിലുള്ളൊരു പ്രോബ്ലമാണ്. നമ്മൾ അതിലേക്ക് 2 ഏല ഇഞ്ചി ഇട്ടതിന് ശേഷം 2 ഏലക്കയും കൂടി ചതച്ചിടുകയാണ്. അതിലേക്ക് ഒരു 2-3 ഗ്ലാസ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത്